ശ്രീ വി മുരളീധരൻ. ഞാൻ ഈ വിഷയം പൊതുവായിട്ടുള്ള, അതായത് ഗോത്രബന്ധു എന്ന് പറയുന്ന പ്രത്യേക പദ്ധതിയല്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളുടെയും അതുപോലെ അവരുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഒക്കെ ബജറ്റിൽ അനുവദിച്ച തുക വെട്ടിക്കുറച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാ പദ്ധതികൾക്കും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള ഒരു നിയമനിർമ്മാണത്തിലൂടെ ഭരണഘടനാപരമായിട്ടുള്ള പരിരക്ഷയാണ് പട്ടികജാതി വിഭാഗങ്ങൾക്കും പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള സംവരണം. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ബജറ്ററി അലോക്കേഷൻ വരുന്നത്. ക്വസ്റ്റ്യൻ ഷോർട്ടൻ ചെയ്യാം. ഞാൻ അതിലേക്ക് വരികയാണ്. അപ്പോൾ ഇത് വെട്ടിക്കുറക്കുന്നത് തടയാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. ബജറ്റിൽ അനുവദിക്കുന്ന തുക വെട്ടിക്കുറക്കുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം. ആ നിയമനിർമ്മാണത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള തുക, ബജറ്റിൽ അനുവദിക്കുന്ന തുക വെട്ടിക്കുറക്കുന്നത് തടയാൻ ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണം സർക്കാർ പരിഗണിക്കുമോ? സർ, ഈ സർക്കാരിന്റെ നയം തുക വെട്ടിക്കുറയ്ക്കലല്ല എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഡ്ജറ്റ് അവതരിച്ചപ്പോൾ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞു, അധികമായിട്ട് നമുക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി ക്ഷേമ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ സർക്കാരിന്റെ നയം വളരെ വ്യക്തമായിട്ട് അതിലൂടെ തന്നെ എല്ലാ ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ നിയമനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച കാര്യം പരിശോധിക്കാവുന്നതാണ്.